എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തു. അടുത്ത പാപ്പ ആരായിരിക്കും? ലോകം മുഴുവനും പുതിയ പാപ്പ ആരായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഒരു പാപ്പ കാലം ചെയ്തതിന് ശേഷം അടുത്ത ഒരു പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ എന്താണ് വിളിക്കുന്നത്? പേപ്പൽ ഇൻ്റർറെയ്ഞ്ഞും എന്നാണ്. ഈ സമയത്ത് ആഗോള കത്തോലിക്ക സഭയിലെ 252 കർദിനാൾമാർ, അവരറിയപ്പെടുന്നത് കോളേജ് ഓഫ് കാർഡിനൽസ് എന്നാണ്. ഈ ഗ്രൂപ്പിൽ നിന്നും 80 വയസ്സ് താഴെയുള്ള 135 കർദിനാൾമാർ, അവരറിയപ്പെടുന്നത് ഇലക്ടറൽ കാർഡിനൽസ് എന്നാണ്, പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രക്രിയ, അതായത് കോൺക്ലേവ് ആരംഭിക്കും. ഭാരതത്തിൽ നിന്നും ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് 4 കർദിനാൾമാരാണ്. ആരൊക്കെയാണ് അവർ? കാർഡിനൽ ഫിലിപ്പ് നേരി ഫെരാരോ, കാർഡിനൽ ബസേലിയോസ് ക്ലീമിസ്, കാർഡിനൽ ആൻ്റണി ഫൂല, അതോടൊപ്പം തന്നെ കാർഡിനൽ ജേക്കബ് കൂവക്കാട്. 135 കർദിനാൾമാർ, ഇലക്ടറൽ കർദിനാൾമാർ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആഘോഷമായിട്ടുള്ള പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്നു. ഈ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ഈ കർദിനാൾമാരെല്ലാവരും വരിവരിയായി പ്രദക്ഷിണമായിട്ട് പോകുന്നു. ഈ ചാപ്പലിൻ്റെ ഉള്ളിൽ, സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല, ഇൻ്റർനെറ്റോ വൈഫൈയോ ഉണ്ടാകില്ല, സംസാരം അധികമുണ്ടാകില്ല, ഡിസ്കഷനോ അതോടൊപ്പം തന്നെ ആശയവിനിമയമോ ഉണ്ടാകില്ല. ഈ ചാപ്പലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കർദിനാൾമാർ പുറത്ത് പറയുവാനും പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു കർദിനാൾ വന്ന് മുറിയുടെ വാതിൽ അടയ്ക്കുന്നു. എല്ലാ കർദിനാൾമാർക്കും വോട്ട് ചെയ്യുവാനുള്ള പേപ്പർ നൽകുകയാണ്. ഓരോ കർദിനാൾമാരും വോട്ട് ചെയ്യുവാനുള്ള പേപ്പറിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കർദിനാളിൻ്റെ പേരെഴുതി മടക്കി കൊടുക്കുന്നു. പുതിയ പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുകക്കുഴലിലൂടെ വെളുത്ത പുക പുറത്തോട്ട് വരും. പാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അതേ പുകക്കുഴലിലൂടെ കറുത്ത പുകയാണ് പുറത്തോട്ട് വരിക. പുതിയ പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിയുന്നത് വരെ ഈ ഒരു പ്രക്രിയ മുന്നോട്ട് പോകും. പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലോ, ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അടുത്തുള്ള ഒരു മുറിയിൽ കൊണ്ടുപോകുന്നു. ആ മുറിയുടെ ഉള്ളിൽ വിവിധങ്ങളായിട്ടുള്ള അളവുകളിലുള്ള, വലുതും ചെറുതുമായിട്ടുള്ള അളവുകളിലുള്ള വസ്ത്രങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. തനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പുതിയ പാപ്പ അവിടെ കൂടിയിരിക്കുന്ന
ജനങ്ങൾക്ക് ഉർബി എത്ത് ഓർബി എന്ന് പറയുന്ന അനുഗ്രഹം നൽകുന്നു.